60ഓളം മുസ്ലിം നാടുകളിലും അല്ലാത്ത രാജ്യങ്ങളിലുമായി പരന്നു കിടക്കുന്ന 200 കോടിയിലധികം വരുന്ന സത്യവിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈദുൽ അദ്ഹ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച സന്തോഷത്തിന്റെ, ആഘോഷത്തിന്റെ, ഉജ്ജ്വലമായ പ്രഘോഷത്തിന്റെ നാളുകളാണ്. ഹൃദയം തൊട്ട് എല്ലാവരോടും ഈദുക്കും മുബാറക് വകുല്ലു ആമിൻ വഅൻതും ബിഖൈർ. അല്ലാഹു ഈ ഈദ് ദിനത്തിൽ നമ്മെ എല്ലാവരെയും, ലോക മുസ്ലിങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അതിഥികളായ ളുയൂഫുർ റഹ്മാൻ അറഫയും മുസ്ദലിഫയും കടന്ന് മിനായിലേക്കും മക്കയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂഖണ്ഡങ്ങളുടെ മധ്യത്തിൽ തൗഹീദിന്റെ കേന്ദ്രമായ കഅബാലയത്തിനു ചാരെ വിശ്വാസി കൂട്ടങ്ങൾ നാഥന്റെ നാമം ഉച്ചത്തിൽ ഉയർത്തി പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടക്കം കുറിച്ച തവാഫ് അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹാജർ ബീവിയുടെ സഅയ് അതും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് തുടക്കം കുറിച്ച സംസം ഒഴുകി പരന്നുകൊണ്ടിരിക്കുകയാണ്. നന്മയുടെ മാർഗത്തിൽ സ്ഥാപിച്ചതൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനമാണത്. ഹജറുകളും ഷജറുകളും പകറുകളും അഥവാ കല്ലുകളും മരങ്ങളും മണൽത്തരികളും ഏറ്റുപാടുമെന്ന് തിരുനൂതർ വിശേഷിപ്പിച്ച തൽബിയത്തിന്റെ മുഖരിതമായ നാളുകളായിരുന്നു അറഫയിലും മിനയിലും മുസ്ദലിഫയിലും നമ്മൾ കണ്ടത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്നുള്ള ഉജ്ജ്വലമായ പ്രഖ്യാപനം. അതേ ആദ്യത്തെ ജംറയിലെ കല്ലേറോട് കൂടി ആ തൽബിയത്ത് തക്ബീറിലേക്ക് വഴിമാറുകയാണ്. ആഹ്ലാദത്തിന്റെ, ആഘോഷത്തിന്റെ, ഉജ്ജ്വല ആദർശ വിജയത്തിന്റെ പ്രഘോഷമായിട്ടുള്ള തക്ബീർ അല്ലാഹു കബീർ അല്ല, അല്ലാഹു അക്ബറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു വലിയവനല്ല, നമുക്ക് പലതും വലുതാണ്. നമ്മുടെ വാപ്പയും ഉമ്മയും സമ്പത്തും മക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും നമുക്ക് വലുതായിരിക്കും. പക്ഷേ അല്ലാഹു കബീർ ആകേണ്ടത് അക്ബറാണ്. ഈ പെരുന്നാൾ നിങ്ങൾക്ക് നാം നിശ്ചയിച്ചിട്ടുള്ളത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്മാർഗത്തിന്റെ പേരിൽ അല്ലാഹുവിനെ വാഴ്ത്തിപ്പാടാൻ വേണ്ടിയാണ്. അതേ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും അവകാശപ്പെട്ട സർക്കാവിന്റെ സന്മാർഗമായ ഇസ്ലാം മലഞ്ചെരുവുകൾ താണ്ടി മരുഭൂമികൾ കടന്ന് കടൽ തിരമാലകളെ കവച്ചു വെച്ച് ലോകങ്ങളിലൂടെ പരന്നൊഴുകിയത് കൊണ്ടാണ് ലോകത്ത് 200 കോടിയിലധികം വരുന്ന വിശ്വാസികൾ ഉണ്ടായിട്ടുള്ളത്. ആ തക്ബീറിന് അപ്പോൾ ഒരർത്ഥമുണ്ട്. അത് ഹിദായത്തിന്റെ നന്ദി സൂചകമായ തക്ബീറാണ്. അയ്യാമത്ത് ശരീക്കിന്റെ നാളുകളിലും ഈ തക്ബീർ ഇൻഷാ അല്ലാഹ് നമ്മൾ തുടരും. പ്രിയപ്പെട്ടവരെ, ഈദിന് ആവർത്തിച്ചു വരുന്നത് എന്ന അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചു വരേണ്ടതാണ് ഈ സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ, ഉജ്ജ്വലമായ വിശ്വാസക്കരുത്തിന്റെ നാളുകൾ. സന്തോഷത്തിന്റെ നാളുകളാണ് മനുഷ്യന്മാർക്ക് വിധിച്ചിട്ടുള്ളത്. പക്ഷെ മനുഷ്യരാണ് അതിനെ ദുഃഖത്തിന്റെ നാളുകളാക്കി മാറ്റുന്നത്. ഈദ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും നമ്മുടെ ജീവിതം ഈദായിരിക്കണം എന്നതാണ്. ഈ ഈദിന്റെ തക്ബീർ ധ്വനികൾ ഇറാഖിലെ ഈ ഏകാധിപതിയായ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ മഹാനായ പ്രവാചകൻ മുഴക്കിയ ആദർശത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. കുഞ്ഞുമകൻ ഇസ്മായിലിന്റെ കഴുത്തിൽ കത്തിവെക്കവേ ഉയർന്ന സമർപ്പണത്തിന്റെ തക്ബീറായിരുന്നു. ഒരു കാലത്ത് ഇബ്രാഹിമോഫോബിയ തീക്കുണ്ടാരങ്ങൾ തീർത്തപ്പോ അതിലുയർന്നതും അല്ലാഹു അക്ബർ എന്നതായിരുന്നു. ഇന്ന് പോസ്റ്റ് ട്രൂത്ത് ഏജിലാണ്, അഥവാ സത്യം മരിച്ച സത്യാനന്തര കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത് ഇസ്ലാമോഫോബിയെ കുറിച്ചാണ്. ഇസ്ലാമോഫോബിയ തകർത്തെറിയാനുള്ള ദൈവികമായ സമാധാനത്തിന്റെ പ്രഖ്യാപനത്തിന്റെ മന്ത്രമാണ് അല്ലാഹു അക്ബറാണ് എന്ന പ്രഖ്യാപനം. അല്ലാഹു അക്ബറാണ് എന്ന് നിങ്ങൾ എപ്പോൾ പ്രഖ്യാപിക്കുന്നുവോ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രങ്ങളിലും മാറ്റമുണ്ടാകും. ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപനായ മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ള
യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ വണങ്ങി അവനെ അനുസരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്ന് നിശ്ചരാശിയോട് ഇസ്ലാം പറയുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഒരു ഇസ്ലാമോ ഫോബിയയും ഈ ദുനിയാവിൽ നടക്കാൻ പോകുന്നില്ല. എവിടെയെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായോ അപ്പോഴൊക്കെ ഇസ്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഇസ്ലാം വലിയ തിരമാലകൾക്ക് മുകളിൽ നോഹയുടെ പെട്ടകത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റൊരിക്കൽ നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ ഇസ്ലാം ഇബ്രാഹിം അലൈഹിസ്സലാമയായി ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. രണ്ട് കടലുകൾ കരകളായി മാറി നിന്ന കടലിടുക്കിൽ ഇസ്ലാം മൂസാ നബിയുടെ കൂടെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. വാളുകൾ പ്രവാചകന്റെ തലകൊയ്യാൻ കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ തൗർ ഗുഹയിൽ മുഹമ്മദ് നബിയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കോലത്തിൽ ആ ഗുഹയിൽ ഇസ്ലാം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അത് ഒറ്റപ്പെട്ടു പോകാനില്ല. അതേ പെട്ടകങ്ങൾ കരയടിയും ഈ കുണ്ടാരങ്ങൾ കെട്ടുപോകും. മൂസ കടലിൽ നിന്ന് രക്ഷപ്പെടും. സൗർ ഗുഹയിൽ നിന്ന് പ്രവാചകൻ യസ്രീബിലേക്ക് യാത്ര പോകും. ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു ഉലൈക ഫിൽ അദല്ലീൻ. അല്ലാഹുവിനോട് പോരടിക്കുന്നവർ, പ്രവാചകനോട് പോരടിക്കുന്നവർ അവരാണ് നീത സൃഷ്ടികൾ. ഫതവല്ലാഹു ലാ ഗലിബന്ന അന വറസുലി. അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്, ഞാനും എന്റെ പ്രവാചകന്മാരും അതിശയിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. എല്ലാ ശക്തികൾക്കു മേലെയും അല്ലാഹുവിന്റെ ശക്തിയുണ്ട്. എല്ലാ പ്രതാപത്തിന്റെ മേലെയും അല്ലാഹുവിന്റെ പ്രതാപമുണ്ട്. അതുകൊണ്ട് നിരാശ വേണ്ട. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. വാ ഇസ്ലാമാ, ഇസ്ലാം എവിടെയാണെന്ന് ലോകത്തെ മനുഷ്യർ അത് ഫലസ്തീനിലും അതുപോലെ തന്നെയുള്ള നാടുകളിലും നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ഇസ്ലാമിന് പറയാനുള്ളത് ഈ സമയവും കടന്നു പോകും എന്നതാണ്. ജയിക്കാനുള്ള ദീനാണ്. ലയബ്ലുഗന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വന്നഹാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ദീൻ മനുഷ്യർക്ക് അവകാശപ്പെട്ട ഈ ദീന് അത് എവിടെയൊക്കെ രാവെത്തിയോ എവിടെയൊക്കെ പകലെത്തിയോ അവിടെയൊക്കെയും ഈ ദീനെത്തും. വലാ യത്റകുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹു ഹാദ ദീൻ. ഒരു കുടിലും കൊട്ടാരവും ഒഴിവാക്കാതെ, ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒഴിവാക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ എത്തിച്ചിട്ടല്ലാതെ അന്ത്യനാൾ വരികയില്ല എന്ന് തിരുദൂതൻ നമ്മളോട് പറയുന്നുണ്ട്. അതേ നമ്മളോട് ഗസ പറയുന്ന കഥയതാണ്. ഞങ്ങൾ ഇവിടെ പരാജയപ്പെടുന്ന പ്രശ്നമില്ല, നാട് വിട്ടുപോകുന്ന വിഷയമില്ല. ഞങ്ങളുടെ നാട്ടിൽ മനുഷ്യാവകാശങ്ങളെ പരിഗണിച്ചുകൊണ്ട്, മൗലികാവകാശങ്ങളെ പരിഗണിച്ചുകൊണ്ട്, ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഷഹീദാകുമെന്ന് പറയുന്ന ഒരു ജനതയുണ്ടെങ്കിൽ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അവർക്ക് എവിടെയും പോകേണ്ടി വരില്ല. ഇതിനേക്കാൾ നല്ല ഒരു ഗസ ജനിക്കുക തന്നെ ചെയ്യും. ഇബ്രാഹിം അലൈഹിസ്സലാമിന് മക്കയിലെ കഅബയുമായി ബന്ധമുള്ളതുപോലെ തന്നെ ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസും മസ്ജിദുൽ അഖ്സയുമായി ബന്ധമുണ്ട്. അതും ഇബ്രാഹിം നബിയിലേക്കും മക്കളിലേക്കും ചേർക്കപ്പെടുന്ന ഏറ്റവും വിശിഷ്ടമായ അല്ലാഹുവിന്റെ ഭവനമാണ്. ആദ്യത്തെ ഖിബ്ലയാണ്. അതേ തൂഫാനുൽ അഖ്സ അതിന്റെ മോചനത്തിന് വേണ്ടിയായിരുന്നു. ഇന്ന് ആ രാജ്യങ്ങൾ, എതിരാളികൾ തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ലോകത്തുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമയും കുടുംബവും നൽകുന്നത് ആ മഹാസന്ദേശമാണ്. നോക്കൂ, ആദർശ വിശുദ്ധിയുടെ സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ ഉജ്ജ്വലമായ മാതൃകയാണ്. പിതാവിനെ വെടിയുന്നു, നാടിനെ വെടിയുന്നു, അധികാരങ്ങളെ വെടിയുന്നു, മോഹങ്ങളെ വെടിഞ്ഞുകൊണ്ട് ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ അല്ലാഹുവിന്റെ ദാസന്മാരിൽ, അല്ലാഹുവിനെ അനുസരിക്കുന്നവരിൽ പെട്ടവനാണെന്ന് ഒരു പ്രവാചകൻ പഠിപ്പിക്കുമ്പോ മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പ്രപിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മാർഗമാണ് നിങ്ങൾ തുടരേണ്ടത് എന്ന് തലമുറകളോട് പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം വരുമ്പോ ഇറാഖിൽ 5 ലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയുണ്ട്. 5000-ത്തിലധികം വരുന്ന വിഗ്രഹങ്ങളെ അവര് പൂജിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അവിടുത്തെ ഭരണാധികാരി മർദ്ദകനും ചൂഷണകനുമായിരുന്നു. സംസ്കാരങ്ങളുടെ നാട്ടിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വന്നത്. ബാബിലോണിയൻ സംസ്കാരം,
മെസോപ്പൊട്ടാമിയൻ സംസ്കാരം, സുമേറിയൻ സംസ്കാരം, യൂഫ്രട്ടീസ് ടൈഗ്രീസ് സംസ്കാരങ്ങൾക്ക് നടുവിൽ ശഅലക്കും മിനദ്ദീനി മാ വസാലക്കും എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് ശൂറയിലെ 13ാമത്തെ സൂക്തത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയോടും നൂഹ് നബിയോടും മൂസാ നബിയോടും ഈസാ നബിയോടും പറഞ്ഞതാണ്, പ്രവാചകരെ താങ്കൾക്കും നിർവഹിക്കാനുള്ളത് അൻ അഖീമുദ്ദീന, അല്ലാഹുവിന്റെ ദീനിനെ ദുനിയാവിൽ നിലനിർത്തുക. അത് മുഴുവനും മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ്. ഇഖാമത്തുദ്ദീനാണ് ഇബ്രാഹിം പ്രവാചകൻ ഇറാഖിൽ നിർവഹിച്ചത്. അതേ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ മുമ്പിൽ പതറിപ്പോയതല്ല. ഇസ്മായിലിനെ അല്ല യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ബലിയറുത്തത്. നിങ്ങൾക്കറിയാമല്ലോ, ഒന്നും എന്റേതല്ല, എല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്ന പ്രഖ്യാപനമായിരുന്നു അത്. അതിന് നമ്മുടെ രക്തം വേണ്ട, മാംസം വേണ്ട, നമ്മുടെ ഹൃദയമാണ് വരേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ ആരാണ്? നമ്മുടെ ദേഹേച്ഛകൾ, ഭൗതികാസക്തികൾ. യഥാർത്ഥത്തിൽ നമ്മുടെ ഇസ്മായിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഭൗതികതയോടുള്ള, ഭൂമിയോട് ഒട്ടിപ്പിടിച്ച്, ഭൂമിയെ കെട്ടിപ്പിടിച്ച്, ഭൂമിയെ വെട്ടിപ്പിടിച്ച് പോകലാണ് നമ്മുടെ ഇസ്മായിലെങ്കിൽ ഈ ലോകം കടന്നു പോകുന്നത് ഈ ഒരു മഹായാത്രയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആസക്തികളെ കഴുത്തിൽ, ആ കണ്ടത്തിൽ കത്തിവെക്കാനുള്ള, ആസക്തികളെ മുറിച്ചെറിയാനുള്ള ഒരു പരിശീലനമാണ്, ഒരു സന്ദേശമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു തുടർച്ച ആഗ്രഹിച്ചിരുന്നു. എനിക്കു ശേഷം ലോകത്ത്, അത് മക്കയിലും ഫലസ്തീനിലും സിറിയയിലും ഷാമിലും അതുപോലെ ജോർഡാനിലും ഒക്കെ തന്നെ ഇസ്ലാമിന്റെ സന്ദേശം പരക്കണം. ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബിന്റെ സന്ദേശം പരക്കണം. പടച്ചവനെ, ഞാൻ വൃദ്ധനായി, എനിക്കൊരു തുടർച്ച വേണം, ഒരു സന്താനം വേണം. ആ സന്താനത്തെ കൊടുത്തപ്പോൾ ഇത് നിന്റേതല്ല ഇബ്രാഹിം, ഇത് എന്റേതാണ് എന്ന് ബോധിപ്പിക്കുകയാണ് അല്ലാഹു ചെയ്തത്. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്, പടച്ചവനെ നീ ഇതുമാത്രം എനിക്ക് വിട്ടുതരൂ. അല്ലാഹു പറഞ്ഞത്, അത് മാത്രം എനിക്ക് മതി എന്നിടത്താണ് മത്സരം നടന്നത്. അവിടെയാണ് മകനെ അറുക്കാൻ പോയത്. ഇസ്ലാം ഈ ബലിക്ക് എതിരാണ്, അഥവാ മനുഷ്യബലിക്ക്, നരബലിക്കെതിരാണ്. ബലി നടത്തരുത്, അഥവാ നരബലി നടത്തരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആട് നേരത്തെ ഉണ്ട്, പകരം വന്നതല്ല. ആടിനെയാണ് അറുക്കേണ്ടത്. പക്ഷേ ഇസ്മായിലിനെ അറുക്കുമോ എന്ന പരീക്ഷണമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, അതായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചത്. ഇന്നത്തെ ന്യൂ ജനറേഷൻ, അവര് മില്ലേനിയൽസ് ആണെങ്കിലും ജെൻസി ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ആൽഫയും ബീറ്റയും ആണെങ്കിലും അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമയോട് ആ പ്രവാചകൻ, പ്രിയപ്പെട്ട പ്രവാചകൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ബലി നൽകാൻ റബ്ബ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, യാ അബതി ഫഅൽ മാ തുമർ, എന്തിന് മടിച്ചു നിൽക്കണം, വസ്ത്രം കയറ്റിയെടുക്കൂ, എന്നെ കമിഴ്ത്തിക്കിടത്തു, റബ്ബ് പറഞ്ഞത് അനുസരിക്കൂ എന്ന് പറഞ്ഞ ഇബ്രാഹിമിന്റെ പുത്രൻ ഇസ്മായിൽ പറഞ്ഞത്, മൈ ബോഡി മൈ ചോയ്സ് എന്നല്ല, എന്റെ ശരീരം എന്റെ ഇഷ്ടമാണെന്നല്ല, എന്റെ ശരീരം റബ്ബിന്റെ ഇഷ്ടമാണ്, എന്റെ പിതാവിന്റെ ഇഷ്ടവും റബ്ബിന്റെ ഇഷ്ടമാകണമെന്നതാണ്. ഇന്ന് ലിബറലിസവും LGBTIAQ72+ നവനാസ്തികതയും നിറഞ്ഞാടുമ്പോ ഇസ്ലാമിക ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മതത്തെ വിട്ടുപോകുമ്പോ, മുർത്തത്തുകളായിക്കൊണ്ടിരിക്കുമ്പോ, വിവാഹം വേണ്ട, പ്രസവം വേണ്ട, കുട്ടികൾ വേണ്ട, എനിക്ക് യാതൊരു അഡ്രസ്സും വേണ്ട, എന്നോട് കൂടി 0 ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവര് പെരുന്നാൾ ആഘോഷിക്കുമ്പോ ആരായിരുന്നു ഇസ്മായിൽ, എന്താണ് ഇസ്മായിലിന്റെ പ്രത്യേകത, സവിശേഷത എന്ന് അവര് മനസ്സിലാക്കണം. യാ മഅശറ ശബാബ്, ഓ ഗൈസ് എന്നാണ് പ്രവാചകൻ വിളിച്ചത്. നിങ്ങളുടെ ശൈലിയിലാണ് പ്രവാചകൻ സംസാരിച്ചത്. യാ മഅശറ ശബാബ്, ഓ ഗൈസ്, ഐ ബ്രോസ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. നിങ്ങളോടാണ് പ്രവാചകൻ അഭിസംബോധന ചെയ്തത്. അതേ ഇബ്രാഹിം അലൈഹിസ്സലാമയും ഇസ്മായിൽ അലൈഹിസ്സലാമയും ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, രണ്ടുപേരും പൂർണ്ണരായി മുസ്ലിമായപ്പോ സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെച്ചറക്കാൻ, അത് അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ 100% വിജയിക്കാൻ ആ കുഞ്ഞുമകനെ കമിഴ്ത്തി കിടത്തിയപ്പോൾ താങ്കൾ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു, അറുത്തതല്ല, അറുക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. താങ്കൾ നമ്പർ 1 മുസ്ലിം ആയിരിക്കുന്നു. ലോകത്തിന്റെ നേതാവാകാൻ പറ്റിയ പ്രവാചകനായിരിക്കുന്നു. ലോകത്തിന്റെ നേതാവാകാൻ പറ്റിയ ഇസ്മായിൽ ആയിരിക്കുന്നു. ഈ ഇസ്മായിൽ അലൈഹിസ്സലാമയാണ് ഇബ്രാഹിമിന് ശേഷം
അല്ലെങ്കിൽ അതിന് കരുത്തുള്ള കുഞ്ഞു ഇസ്മായിലിനെ പ്രസവിക്കാൻ പറ്റിയ മാതാക്കൾ അവിടെ അവരുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ പ്രശ്നങ്ങൾ തീരും, ജനസമുദായങ്ങളുടെ പ്രശ്നങ്ങൾ തീരും. അതേ കാഴ്ചയുടെ സംരക്ഷണം ഏറ്റെടുത്ത പെണ്ണാണ് അവൾ. നാം ഇബ്രാഹിം ആവുക, ഇസ്മായിൽ ആവുക, ഹാജർ ആവുക. സൈഫുദ്ദീൻ ഖുദ്സ് ചോദിച്ചതുപോലെ ഇസ്ലാം നമ്മളില്ലെങ്കിൽ പിന്നെ ഇസ്ലാമിന് ആരാണുള്ളത്? വിശ്വാസകരത്തിൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ഈ പാതയെ പിന്തുടരുന്ന സ്വർഗം തേടി യാത്ര പോകുന്നവരെ നമ്മളെ ഒന്ന് വിലയിരുത്തണം. എന്തിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നത്? എവിടെയാണ് നമ്മുടെ ഈമാൻ പതറിപ്പോകുന്നത്? എന്താണ് ചരിത്രത്തിൽ നമ്മൾ പാഠം പഠിക്കാത്തത്? എത്ര പെരുന്നാളുകൾ കഴിഞ്ഞാലാണ് ഇതിന്റെ പൊരുളുകൾ നമുക്ക് മനസ്സിലാവുക? സൽക്കർമ്മചാരിയായിക്കൊണ്ട് തന്റെ മുഖത്തെ റബ്ബിനു നേരെ തിരിച്ചു നിർത്തിയവനേക്കാൾ ഏറ്റവും നല്ല ദീനാചരിച്ചവനാരുണ്ട്? ഇബ്രാഹിം ഹനീഫ, ഋജുമാനസനായിക്കൊണ്ട് ഇബ്രാഹിം നബിയുടെ വെല്ലത്ത് തുടർന്നവനേക്കാൾ അല്ലാഹു ഇബ്രാഹിമിനെ സ്വന്തം കൂട്ടുകാരനായി തോഴനായി സ്വീകരിച്ചിരിക്കുന്നു. അത്രത്തോളം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ ഖലീലാകാൻ നമുക്ക് പറ്റുമോ? ജീവിതം നമുക്ക് ബലി നൽകാൻ പറ്റുമോ? ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പിതാവ് നഷ്ടപ്പെടുമ്പോൾ അല്ലാഹു ഖലീലായി സ്വീകരിക്കുന്നു. നാട് നഷ്ടപ്പെടുമ്പോൾ ഒരുപാട് നാടുകൾ കൊടുക്കുന്നു. കുടുംബം നഷ്ടപ്പെടുമ്പോ അച്ഛനിലൂടെ അവര് വീണ്ടും ഓർമ്മിപ്പിക്കുകയും കുടുംബത്തെ തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. ഒരു ബലിക്ക് വിധേയമാകുമ്പോൾ ബലി പെരുന്നാൾ കൊടുത്ത് അല്ലാഹു സമ്മാനിക്കുന്നു. അതേ അവർ സഴിയിലൂടെ അതുപോലെ കഅബയെ കെട്ടിപ്പടുത്തപ്പോൾ ലോകാവസാനം വരെ അച്ഛനിലൂടെ അവർ അനുസ്മരിക്കപ്പെടുകയാണ്. ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്തുണ്ട്? അതേ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് നിർഭയത്വമുള്ള ഒരു നാടിനാണ്, സുഭിക്ഷതയുള്ള ഒരു നാടിനാണ്, സമാധാനമുള്ള ഒരു പ്രദേശത്തിനാണ്. ഈ 3 പോയിന്റുകളും ഏറ്റവും നമുക്ക് ആവശ്യമാണ്. നിർഭയത്വമുള്ള നാട്, സുഭിക്ഷതയുള്ള ഒരു ജനത, സമാധാനമുള്ള പ്രദേശങ്ങൾ. നമ്മുടെ നാടും ഇൻഷാ അല്ലാഹ് അതിലേക്ക് പോവുകയാണ്. ജനാധിപത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മതേതരത്തെ നെഞ്ചേറ്റിക്കൊണ്ട് നമ്മുടെ കൊച്ചു കേരളം വളരെ കൃത്യമായി തന്നെ ഇലക്ഷനിലൂടെ അവരുടേതായ സാക്ഷ്യം നിർവഹിച്ചത് ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനോ തകർക്കുവാനോ ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഇത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്, ഇത് ഫൈറുള്ളയാണ്, കൈരളയാണ്, കേരളയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന ബോധിപ്പിക്കലുണ്ടല്ലോ, അത് വല്ലാത്ത ആശ്വാസം നൽകുന്നതാണ്. ഇതിൽ നിന്നെല്ലാം കാലികമായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പെരുന്നാളിനെ സാർത്ഥകമാക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം, അബ് എന്ന് പറഞ്ഞാൽ പിതാവാണ്, ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ജനതതികളാണ്. ജനതതികളുടെ പിതാവാണ് അബ്രാഹിം അഥവാ ഇബ്രാഹിം. സാറ എന്ന ഭാര്യയിലൂടെ ഇസ്രായേലി പരമ്പരകൾ ഇസ്ഹാഖും യാക്കോബും യൂസുഫും സുലൈമാനും ദാവൂദും മൂസാ നബിയും ഈസാ നബിയും അലൈഹിമുസ്സലാം ജമീഅൻ ഉണ്ടാകുന്നു. ഹാജർ എന്ന് പറയുന്ന ഹാഗറിലൂടെ ഇസ്മായിൽ ഉണ്ടാകുന്നു. അതിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഈ ലോകത്തുള്ള യഹൂദികളുടെയും ഇന്നത്തെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഗ്രാൻഡ് ഫാദറാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം. അതെ, ആ ഇബ്രാഹിം അലൈഹിസ്സലാം ഉദ്ഘോഷിക്കുന്ന ഏക മാനവികതയാണ് ലോകത്തിന്റെ പരിഹാരം. ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നപ്പോ അമേരിക്കൻ നടനായ ഫ്രീമാൻ മുസ്താഹൽ ഗാനിമിനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ലോകത്തിന്റെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിങ്ങളുടെ വർഗമോ വർണ്ണമോ ജാതിയോ അല്ല. മനുഷ്യൻ
മനുഷ്യനാകുമ്പോൾ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുമ്പോഴാണ് നിങ്ങൾ മുസ്ലിങ്ങളാകുന്നത്, വിശ്വാസികളാകുന്നത്, മനുഷ്യരാകുന്നത്. ഇന്ന് വെറുപ്പിന്റെ കാലമാണ്, വംശീയതയുടെ വർഗീയതയുടെ കാലമാണ്. തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം ഏകമാനവികത ഉദ്ഘോഷിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണെങ്കിൽ, ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരും സഹോദരി സഹോദരന്മാരാണെങ്കിൽ, ഈ സ്നേഹ സാഹോദര്യമാണ് ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷവും എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നിറങ്ങിയാൽ നമ്മൾ ജനങ്ങളിലേക്ക് പോവുക, നമ്മൾ ജനങ്ങൾക്ക് സന്തോഷവും സാഹോദര്യവും പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുക. ഇസ്മായിലിനെ പോലെ, ഹാജറിനെ പോലെ, ഇബ്രാഹിം അലൈഹിസ്സലാമയെ പോലെ ഒരു മാതൃകാ കുടുംബമാകാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ഈ ഘടനകൾ തകർന്നു പോകരുത്. അള്ളാഹു ഉണ്ടാക്കിയ ഈ കുടുംബം, അതിന്റെ ശില്പി അള്ളാഹുവാണ്. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക, അതിന്റെ തകർച്ചയെ ശ്രദ്ധിക്കുക. മയക്കുമരുന്ന് പോലെ നമ്മുടെ യുവതയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരല്ലാതിരിക്കുന്ന, പ്രസവിച്ച കുഞ്ഞിനെ ജനവാതിലിന്റെ അപ്പുറത്തേക്ക് വലിച്ചെറിയുന്ന അങ്ങനെയുള്ള ജാരസന്തതികൾ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ കുട്ടികൾ പോലും ഗർഭിണികളാകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലേക്കും മൂല്യങ്ങളിലേക്കും നമ്മൾ തിരിച്ചു പോകണം. അശരരുണ്ട്, അതുപോലെ അബലരുണ്ട്. അരികുവൽക്കരിച്ചു വന്നവരെ മറക്കാതിരിക്കുക. അപ്പോഴേ നമ്മുടെ പെരുന്നാളുകൾ പൂർത്തിയാവുകയുള്ളൂ. ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ജയിലറകളിലുണ്ട്, നാടുകൾ തകർക്കപ്പെട്ടവരുണ്ട്. അവരെല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിന്റെ തുടക്കമെന്നോണം നിങ്ങൾ ഈ ഈദ്ഗാഹിൽ വെച്ച് പരസ്പരം കൈ കൊടുക്കുന്നതിന് പകരം നെഞ്ചോട് നെഞ്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈദ് മുബാറക് പറയുകയും തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും ആത്മാർത്ഥമായി പ്രഖ്യാപിക്കുകയും ചെയ്യുക. അങ്ങനെ സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم شتت شمل الكافرين والملحدين والمنافقين والصهاينة يا ارحم الراحمين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عيدكم مبارك.